ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ മലയാളമാണ്. മരങ്ങളുടെ ഭാഷ. ഈ ഒരു പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളും മറ്റ് പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് കാണിക്കുന്നത്? സ്റ്റേജിൽ ആദ്യം എന്താണ് നടക്കുന്നത് അതാണ് എഴുതുന്നത്. എന്താണ്? തൊടിയിൽ ചെടികൾ പരിപാലിക്കുന്ന തിരക്കിലാണ് അച്ഛൻ. എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. മകൾ അച്ഛൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കാം. കഥ വായിച്ചല്ലോ. കയ്പവള്ളി ഒരു കഥാപാത്രമാണ്. മറ്റു കഥാപാത്രങ്ങൾ ആരെല്ലാം? ഈ കഥ ക്ലാസ്സിലെ നാടകമായി അവതരിപ്പിക്കൂ. കൂടുതൽ കഥാപാത്രങ്ങളാവാം. കഥയിലുള്ള സംഭാഷണങ്ങൾക്ക് പുറമെ യോജിക്കുന്ന സംഭാഷണങ്ങൾ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാമെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ വരുന്നത്? അച്ഛൻ വരുന്നുണ്ട്, മകൾ വരുന്നുണ്ട്, പ്ലാവ്, തെങ്ങ്, പപ്പായ മരം എന്നിങ്ങനെയാണ് കഥാപാത്രങ്ങൾ നമ്മുടെ കഥയിലുള്ളത്. ഇനി നാടകം നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ അടുത്തത് എന്താ കൊടുക്കുന്നത്? അടുത്തത് നമ്മൾ നാടകം തുടങ്ങുമ്പോൾ ആ ഒരു സീനിൽ അല്ലേ എന്തൊക്കെയാണ് കാണിക്കുന്നത്? സ്റ്റേജിൽ ആദ്യം എന്താണ് നടക്കുന്നത് അതാണ് എഴുതുന്നത്. എന്താണ്? തൊടിയിൽ ചെടികൾ പരിപാലിക്കുന്ന തിരക്കിലാണ് അച്ഛൻ. എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. മകൾ അച്ഛൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗമാണ് ഇപ്പോൾ സീൻ. എന്താ പറയുന്നത്? മകൾ പറയുന്നത് കയ്പവള്ളിയാണ് ആദ്യം പറയുന്നത്. അതെ, എനിക്ക് മുകളിലോട്ട് കയറാൻ പന്തലിട്ട് തരണം. എന്നാലല്ലേ എനിക്ക് പൂക്കാനും കഴിക്കാനും ഒക്കെ പറ്റൂ. അപ്പം അച്ഛൻ എന്താ പറയുന്നത്? ഇപ്പോൾ ഞാനൊരു താങ്ങ് കമ്പ് കുത്തിത്തരാം. കയ്പവള്ളി എന്താ പറയുന്നത്? വേഗം ചെയ്യണം കേട്ടോ, പിന്നീട് നല്ല പന്തലിട്ട് തരണം. അച്ഛൻ തലയാട്ടുന്നു. അതൊക്കെ ചെയ്യാം. പെൺകുട്ടി തൊടിയിലേക്ക് വരുമ്പോൾ അച്ഛൻ തൊടിയിൽ നിന്ന് ചെടിയോട് എന്തെല്ലാമോ പിറുപിറുക്കുന്നത് കാണുന്നു. മകൾ: അച്ഛൻ ആരോടാ വർത്തമാനം പറഞ്ഞത്? അച്ഛൻ: ഇതാ ഈ കയ്പവള്ളിയോട്. മകൾ: അതിന് അച്ഛൻ പറയുന്നത് ചെടിക്ക് മനസ്സിലാകുമോ? അച്ഛൻ: പിന്നല്ലാതെ ഞങ്ങൾ സംസാരിക്കാറുള്ളതല്ലേ എന്നും. മകൾ: വെറുതെ എന്നെ പറ്റിക്കണ്ട. അച്ഛൻ എന്താ പറയുന്നത്? മോള് കണ്ടോ കയ്പവള്ളി സ്പ്രിങ് പോലുള്ള അതിൻ്റെ കുഞ്ഞു വിരലുകൊണ്ട് കമ്പിൽ പിടിച്ച് മുകളിലേക്ക് കയറിയത്? മകൾ: കണ്ടു. അച്ഛൻ എന്താ കയ്പവള്ളിയോട് പറഞ്ഞത്? അച്ഛൻ: നിനക്ക് കമ്പ് മതിയാവുന്നില്ലല്ലോ, അതുകൊണ്ട് സുഖമായി കയറി കിടക്കാൻ ഞാൻ പന്തൽ കെട്ടിത്തരാമെന്ന് പറയുകയായിരുന്നു. മകൾ: അത് പുളു, ചെടികൾക്ക് മിണ്ടാൻ പറ്റില്ല, നമ്മുടെ മലയാളവും അറിയില്ല. അച്ഛൻ: ആരാ പറഞ്ഞത് മിണ്ടാൻ പറ്റില്ലാന്ന്? നീയൊന്ന് മേലോട്ട് നോക്ക്. പ്ലാവിൻ്റെ കൊമ്പ് ഒരു കൈ പോലെ തെങ്ങിൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടോ? തല അല്പം ചിരിച്ചു വെച്ച് തെങ്ങ് പ്ലാവിനോട് പറയുന്നത് എന്താണെന്നറിയുവോ? മകൾ എന്താ പറയുന്നത്? ആവോ, എനിക്ക് അറിയില്ല. അച്ഛൻ എന്താ പറയുന്നത്? എന്നാൽ കേട്ടോ, ഉപദ്രവിക്കാൻ വരല്ലേ എന്നാ. അപ്പം മകൾ എന്താ പറയുന്നത്? അയ്യടാ, വെറുതെ പറയാ ഓരോന്ന്. അച്ഛൻ എന്താ പറയുന്നത്? എന്നാൽ നീ തന്നെ തെങ്ങിനോട് ചോദിച്ചു നോക്ക്. മകൾ എന്താ പറയുന്നത്? തീർച്ചയായും ഞാൻ ഇവരോട് സംസാരിക്കും. അപ്പോൾ പപ്പായ മരം സംസാരിക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത്. തെങ്ങിനോട് പറയാണ്: ചേച്ചിയുടെ തണലിൽ നിൽക്കാൻ നല്ല സുഖം, വെയിലും മഴയും അധികം കൊള്ളണ്ടല്ലോ. എന്നാൽ സൂര്യവെളിച്ചം മുഴുവൻ മറയ്ക്കല്ലേ, ഓലക്കൈയിലൂടെ കുറേ വെളിച്ചം എനിക്കും വിട്ടുതരണേ. അല്ലേ പപ്പായ മരം തെങ്ങിനോട് പറയുന്നതാണ്. അപ്പോൾ മകൾ അത് ചെവി വട്ടം പിടിച്ച് സംഭാഷണം ശ്രദ്ധിക്കുന്നത് പോലെ നാടകത്തിൽ കാണിക്കുന്നുണ്ട്. അനിയത്തി പേടിക്കണ്ട, എൻ്റെ ആവശ്യം കഴിച്ച് ബാക്കിയുള്ള വെള്ളവും വെളിച്ചവും ഒക്കെ നിനക്ക് തരാമെന്ന് തെങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ മകൾ എന്താ പറയുന്ന അവസാനമായിട്ട്? അവരുടെ വർത്തമാനം ഞാനും കേട്ടു അച്ഛാന്ന് മകൾ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ മകളെ അഭിനന്ദിച്ചുകൊണ്ട് പറയാണ് ഭേഷ്, അതായത് മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായി എന്ന്. മകൾ എന്താ പറയുന്നത്? അതേ അച്ഛ, എനിക്കും മനസ്സിലായി തുടങ്ങി, എനിക്കും ഇവർ പറയുന്നതൊക്കെ കേൾക്കണം. അച്ഛൻ മിടുക്കിയെന്ന് പറയുന്നുണ്ട്. അവസാനം കർട്ടൻ ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നാടകം എഴുതാം. അടുത്തത് ഇതാണ് ചോദ്യം വരുന്നത്. ഞങ്ങളും പറയുന്നുണ്ട് ഭേഷ്, അതായത് മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായി. അച്ഛൻ കുട്ടിയോട് പറഞ്ഞ ഈ വാക്യത്തോടെയാണ് കഥ അവസാനിക്കുന്നത്. മരങ്ങളും ജീവികളും മനുഷ്യനെ പോലെ ഭാഷ ഉപയോഗിക്കുന്നവരാണോ? മരങ്ങളുടെ ഭാഷ അച്ഛനെ പോലെ കുട്ടിയും പഠിച്ചു എന്ന് പറയുന്നത് കൊണ്ട് കഥാകൃത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചർച്ച ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കണ്ടെത്തലുകളും ചേർത്ത് കുറിപ്പ് തയ്യാറാക്കും. എല്ലാ ജീവജാലങ്ങൾക്കും പ്രകൃതി പ്രത്യേക ഭാഷകൾ നൽകിയിട്ടുണ്ട്. നാം സംസാരിക്കുന്നത് പോലെ മലയാള ഭാഷയിലല്ല അവരുടെ ആശയവിനിമയം. നിറങ്ങളും ഗന്ധങ്ങളും ശബ്ദങ്ങളും ഒക്കെ ഉപയോഗിച്ച് അവ സംസാരിക്കുന്നു. പല രീതിയിൽ പറയാനുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അത് നാം മനസ്സിലാക്കി എടുക്കണം. മരങ്ങളുടെ ഭാഷ അച്ഛനെ പോലെ കുട്ടിയും പഠിച്ചു എന്ന് പറയുന്നത് കൊണ്ട് കഥാകൃത്ത് ഉദ്ദേശിക്കുന്നത് മരങ്ങളോട് ആശയവിനിമയം ചെയ്യാൻ മകൾക്കും കഴിവ് കിട്ടി എന്നാണ്.
ചെടികളോടും മരങ്ങളോടും സ്നേഹത്തോടെ സംസാരിച്ചാൽ അവയും പ്രതികരിക്കും. അത് മനസ്സിലാക്കാൻ നാം അവരുടെ കൂടെ സമയം ചിലവഴിക്കണം. പ്രകൃതിയെ അറിഞ്ഞാലേ അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാകൂ അല്ലേ. ഇവിടെ എന്താ പറയുന്നത്, മകളും അച്ഛൻ്റെ ഭാഷ പഠിച്ചു അല്ലേ, മരങ്ങളുടെ ഭാഷ പഠിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും, മരങ്ങളായാലും ബാക്കിയുള്ള മൃഗങ്ങളായാലും അവർ അവരുടേതായ രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. സംസാരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അത് അറിയണമെങ്കിൽ എങ്ങനെയാണ്, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം അല്ലേ. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മുറ്റത്ത് ചെടികളൊക്കെ ഇടുന്നുണ്ടാവും. അതുപോലെ തന്നെ ചെടികൾക്ക് ഇങ്ങനെ വള്ളി ചെടികളൊക്കെ ആണെങ്കിൽ ഒക്കെ താങ്ങൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടാവും, ഇങ്ങനെ കുത്തൊക്കെ കൊടുക്കുന്നുണ്ടാവും അല്ലേ, ഈ പിക്ചറിലൊക്കെ കാണുന്നത് പോലെ. അപ്പോൾ നമുക്ക് പല സമയത്തും ചെടികളും മരങ്ങളും പല രീതിയിലാണ് നമ്മളോട് സംവദിക്കുന്നത് അല്ലേ. അപ്പോൾ ഓരോ ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ അതിന് താങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ടാവും, അതിന് പടരാൻ വേണ്ടിയിട്ട് നമ്മളെന്താണ് ഇങ്ങനെ കയറൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ടാവും അല്ലേ. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രകൃതിയെ മനസ്സിലാക്കി ജീവിച്ചാലേ, അതിൻ്റെ ഓരോ ചലനങ്ങളും ഒക്കെ വീക്ഷിച്ചാലും കണ്ടാലും മാത്രമേ, ശ്രദ്ധിച്ചാലും മാത്രമേ നമുക്ക് എന്ത് മനസ്സിലാവൂ, അതിൻ്റെ ഭാഷ മനസ്സിലാവൂ എന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ നിറങ്ങളിലൂടെയാവും നമ്മളോട് സംസാരിക്കുന്നത്, ചിലപ്പോൾ ശബ്ദങ്ങളിലൂടെയാവും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് ഗന്ധത്തിലൂടെയാവും നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് ആ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ പറ്റൂ. അപ്പോൾ അത് തന്നെയാണ് അച്ഛൻ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാത്തിനും ഭാഷയുണ്ട്, ആ ഭാഷ അറിയണമെങ്കിൽ നീ അവരുടെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഒരു ചെടി നിൽക്കുന്നുണ്ട്, അതും അതിൻ്റെ ഇലകളൊക്കെ മഞ്ഞ നിറമായി തുടങ്ങിയെന്ന് പറഞ്ഞാൽ എന്താണ്, ചിലപ്പോൾ അതിന് എന്തെങ്കിലും കേടുണ്ട്, അല്ലെങ്കിൽ അതിന് ശരിയായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല അല്ലേ. അപ്പോൾ അത് പറയാനുള്ള കാര്യം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മളോട് പറയുന്നുണ്ട്. അത് മനസ്സിലാക്കുക എന്നുള്ളത് ആരാണ് ചെയ്യേണ്ടത്, നമ്മളാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്, ഓർമ്മത്താളിലേക്ക്. പകലുണ്ടായ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ടാണ് കുട്ടി അന്ന് ഉറങ്ങാൻ കിടന്നത്. കയ്പവള്ളിയും അച്ഛനും തമ്മിലുള്ള വർത്തമാനം അവളെ വളരെയേറെ ചിന്തിപ്പിച്ചു. മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായി എന്ന അച്ഛൻ്റെ വാക്കുകൾ അവളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഉറക്കം വരുന്നതേയില്ല. ജീവിതത്തിലെ മറക്കാനാവാത്ത ആ ദിവസത്തെക്കുറിച്ച് അവൾ ഡയറിയിൽ എഴുതാൻ തുടങ്ങി. നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ആ ഡയറി എഴുതൂ. അപ്പോൾ എന്താ പറയുന്നത്, ആദ്യമായിട്ടാണ് ആ കുട്ടി മരങ്ങളുടെ ഭാഷ പഠിച്ചതല്ലേ, അപ്പോൾ അച്ഛൻ മിടുക്കി എന്നൊക്കെ പറഞ്ഞത് അവളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ആ ദിവസം അവൾ ഒരു ഡയറി എഴുതുകയാണെങ്കിൽ അത് എങ്ങനെയാവും എന്നാണ് നിങ്ങളോട്. അപ്പം ഞാൻ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്, ഇന്ന് എനിക്കേറെ സന്തോഷം തോന്നുന്നു. അച്ഛനെ പോലെ മരങ്ങളുടെ ഭാഷ ഞാനിന്ന് പഠിച്ചു. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ട്. അച്ഛൻ കയ്പവള്ളിയോട് സംസാരിക്കുന്നതാണ് ഞാൻ തൊടിയിൽ കണ്ടത്. ചെടികൾക്ക് നാം പറയുന്നത് മനസ്സിലാകും, അവർക്കും ഭാഷയുണ്ട് എന്നൊക്കെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളും സംസാരിക്കുന്നുണ്ട് എന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കി. മരങ്ങൾക്കും ചെടികൾക്കും ആശയം കൈമാറാൻ അവയുടേതായ ഭാഷയുണ്ട്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവർക്ക് അതിന് ാക്കാൻ കഴിയുകയുള്ളൂ. എനിക്ക് അച്ഛനെ പോലെ ആവാനാണിഷ്ടം. ഞാനും ഇനി എന്നും ചെടികളുടെ കൂടെ സമയം ചിലവഴിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് എന്താണ്, ആ ഡയറി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഡയറി എഴുതാം. ഭാഷ. മരങ്ങളുടെ ഭാഷ പരിചയപ്പെട്ടു. പ്രകൃതിയുടെ ഭാഷയും സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്ന ഇവിടെ വരികൾ കൊടുത്തിട്ടുണ്ട്. അത് വായിക്കാൻ പറയുന്നുണ്ട്. ഈ വരികളിൽ എന്തൊക്കെ അനുഭവങ്ങളാണ് നമുക്ക് നോക്കാം. ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ പ്രകൃതിയിലുണ്ടാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇലകൾ കാറ്റിൽ അടിച്ചുലയുന്നത് പറയുന്നുണ്ട്. കിളികൾ ചിറകിളക്കുന്നത് പറയുന്നുണ്ട്. എന്താണ്, മൊഴികളാൽ ചെപ്പ് കിലുക്കുന്നു എന്ന് പറയുന്നുണ്ട്. നീലമലയിലെമ്പാടും കുറിഞ്ഞു പൂത്ത പോലെ എഴുതാം, ഇതുപോലെ കൊടുക്കാം. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതിൻ്റെ സന്തോഷത്തെക്കുറിച്ചാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. ഇലകൾ കാറ്റിലുലയുന്നതും കിളികൾ പൂഞ്ചിറകിളക്കുന്നതും ചെപ്പ് കിലുക്കുന്നത് പോലെ അവ തമ്മിൽ സംസാരിക്കുന്നതും അല്ലേ, അതൊക്കെ ആര് പറയുന്നുണ്ട്, കവി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നീലിമല എങ്ങനെയാണെന്നാ പറയുന്നത്, കുറിഞ്ഞു പൂത്ത പോലെ അത്ര ഭംഗിയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, പൂക്കളിലെല്ലാം തേൻ വന്ന് നിറഞ്ഞിരിക്കുന്നു. തൈമരം എങ്ങനെയാണ് സന്തോഷം കൊണ്ട് അടിമുടി പൂത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ്, പെറ്റമ്മ ചിരിക്കുന്നത് പോലെ, സ്വന്തം അമ്മ മനസ്സ് നിറഞ്ഞ് ചിരിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രകൃതിയിൽ എന്താണ്, പ്രകൃതിയുടെ എല്ലാ ഭാവവും അത്രത്തോളം മനോഹരമാണ്. നമുക്ക് സന്തോഷിക്കാനുള്ളതൊക്കെ നമുക്ക് പ്രകൃതിയിൽ തന്നെ കാണാൻ സാധിക്കുമെന്നാണ് കവി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗം വരുന്നത്.
വരുന്നത് ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്